ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യാക്കോബ് സ്ലീഹ. ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഗലീലയിലെ ബെത്സൈദ എന്ന പ്രദേശത്ത് സെബദി സലോമി ദമ്പതികളുടെ മകനായിട്ടാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ ജനിച്ചത്. ഈശോ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ് സ്ലീഹ. മീൻപിടുത്തക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്ത ശേഷം ഈശോ കടൽക്കരയിൽ കൂടെ നടന്നു നീങ്ങുമ്പോഴാണ് സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടുമുട്ടുന്നതും അപ്പോസ്തലിക ജോലിക്കായി നിയോഗിക്കുന്നതും. ഈശോ യാത്ര ചെയ്യുമ്പോഴൊക്കെയും യാക്കോബ് സ്ലീഹായെ കൂടെ കൂട്ടിയിരുന്നതായി ചരിത്രം സാക്ഷ്യം നൽകുന്നു. താബോർ മലയിലേക്കും ഗെത്സമേൻ തോട്ടത്തിലേക്കുമുള്ള യാത്രയിലും യായൂരിസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും യാക്കോബ് കൂടെയുണ്ടായിരുന്നു. ധൈര്യശാലിയായ യാക്കോബ് സ്ലീഹായെ വലിയ യാക്കോബെന്നും ഇടിനാദത്തിന്റെ പുത്രനെന്നും വിളിച്ചിരുന്നു. ക്രിസ്തു വലിയ പ്രതാപനായി രാജാവാകുമെന്നായിരുന്നു സെബദി പുത്രന്മാരുടെ പ്രതീക്ഷ. രാജാവിന്റെ ഇരുവശത്തും ഇരിക്കുവാനുള്ള ഭാഗ്യം അനുവദിക്കണമെന്ന് അവർ അമ്മയെ കൊണ്ട് ഈശോയോട് ചോദിപ്പിച്ചു. ഇതിനുള്ള വ്യവസ്ഥ രക്തസാക്ഷിത്വമാണെന്ന് ഈശോ വ്യക്തമാക്കി. വലിയ യാക്കോബ് യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അതിനിടയിൽ യഹൂദരെ പീഡിപ്പിക്കാൻ ക്രിസ്ത്യാനികളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യത്തെ ഇര യാക്കോബ് സ്ലീഹ ആയിരുന്നു. 63 ഉയർപ്പ് തിരുനാളിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. വിചാരണ വേളയിലും വിധി നിർണയ സമയത്തും യാക്കോബ് കാണിച്ച ധീരത കണ്ട് ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. ശ്ലീഹായോടൊപ്പം ന്യായാധിപനെയും മരണത്തിന് വിധിക്കപ്പെട്ടു. കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ന്യായാധിപൻ സ്ലീഹായോട് മാപ്പപേക്ഷിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ഒരുവനെ സഹോദരനായി സ്വീകരിക്കാമോ എന്ന് അല്പനേരം ചിന്തിച്ചു നിന്ന സ്ലീഹ രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന തിരുസഭയുടെ വിശ്വാസം ഓർമ്മയിൽ വരികയും ആ ന്യായാധിപനെ ആശ്ലേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് സമാധാനം. ഇരുവരുടെയും ശിരസ് ഒരേ സമയം ഛേദിക്കപ്പെട്ടു. യാക്കോബ് സ്ലീഹായുടെ ധീരതയും വിശ്വാസ ജീവിതവും നമുക്ക് മാതൃകയാക്കാം. ആമീൻ.